ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അതിന്റെ നിർവചനം മഹാന്മാരായ സുഫിയാക്കൾ പഠിപ്പിക്കുന്നത് ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും അള്ളാഹുവിനെ പേടിച്ച് കഴിയുക എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവൻ ആരോ അവനാണ് മുഅ്മിൻ. ശരീരത്തിൽ കൈയാവട്ടെ, കാലാവട്ടെ, കണ്ണാവട്ടെ, ചിന്തയാവട്ടെ, പാദങ്ങളാവട്ടെ, വികാരങ്ങളാവട്ടെ, എല്ലാം അള്ളാഹുവിലുള്ള ഭയം ഉണ്ടാക്കുന്ന അവസ്ഥയിലാണോ നമ്മൾ ജീവിക്കുന്നത്? എന്നാൽ നമ്മൾ മുഅ്മിനാണ്. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം തരുമാറാവട്ടെ. ചില ആളുകളുടെ കയ്യും കാലും ഒക്കെ അള്ളാഹനെ ഭയന്നുകൊണ്ട് സുജൂദിലൊക്കെ പോവാറുണ്ട്. പക്ഷെ നാവ് പോകുന്നത് വേറെ ലോകത്തേക്കായിരിക്കും, ചിന്ത പോകുന്നത് വേറെ ലോകത്തേക്കാണ്. സർവ അവയവങ്ങളും അള്ളാഹു എന്ന ഭയത്തിൽ, പടച്ച റബ്ബ് എന്ന വിചാരത്തിൽ നിലനിർത്തി കൊണ്ടുപോവാൻ കഴിയുന്നവനാണ് മുഅ്മിൻ എന്ന് പറയുക എന്നതാണ് സൂഫിയാക്കളുടെ വാദം. ഇമാം ഗസാലിയൊക്കെ അത് വളരെ മനോഹരമായ ഭാഷയിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നത് കാണാം. പ്രധാനമായും 7 സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഭയം ഉണ്ടായിരിക്കണമെന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ 7 ഭാഗങ്ങളിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഭയം വെളിവാവണം. അങ്ങനെ വെളിവാവാത്ത സ്ഥിതിക്ക് നമ്മൾ മുഅ്മിനല്ല. അതിൽ ഒന്നാമത് കാണപ്പെടേണ്ടത് നാവിലാണ്. നമ്മുടെ നാവിൽ അള്ളാഹിനോടുള്ള ഭയം കാണപ്പെടും. കാണണം. കണ്ടാൽ മാത്ര അതിന്റെ ഒന്നാം ഭാഗം നമ്മൾ പൂർത്തിയാക്കുകയുള്ളൂ. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ദിക്ർ ചൊല്ലാറുണ്ട്, സ്വലാത്ത് ചൊല്ലാറുണ്ട്, നല്ലത് പറയാറുണ്ട്, നല്ലത് പാടാറുണ്ട്, നല്ല ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്, ഒക്കെ ശരിയാ. പക്ഷേ അള്ളാഹു എന്ന വിചാരത്തിൽ ആണോ നമ്മുടെ നാവ് ചലിക്കുന്നത്? നമ്മുടെ നാവിൽ അള്ളാഹനെ മറന്നിട്ട് പലതും പറയാറുണ്ട്, നമ്മൾ പലതും പാടാറുണ്ട്, മോശമായ പാട്ടുകൾ പാടാറുണ്ട്, ഒക്കെ അള്ളാഹനെ മറക്കുന്ന ഒരു രംഗമാണ്. യഥാർത്ഥത്തിൽ നാവിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മുഅ്മിനാവാൻ ഒരാൾക്ക് മഹാന്മാർ നിബന്ധന വെച്ചിട്ടുള്ള 7 എണ്ണത്തിൽ ഒരെണ്ണം പൂർത്തിയാക്കാൻ കഴിയും. ഫയംനഉഹു മിനൽ കദിബി വൽ ഗീബത്തി വൻ നമീമത്തി വൽ ബുക്താനി വ കലാമിൽ ഫുദൂൽ. ഇമാം ഗസാലി പറയാ, കളവ്, ഗീബത്ത്, നമീമത്ത്, അതുപോലെ തന്നെ അപവാദം പറയല്, അതുപോലെ സ്വയം പുകഴ്ത്തൽ തുടങ്ങുന്ന കാര്യങ്ങൾ നാവ് കൊണ്ട് ചെയ്യാതെ ഒരാള് നിയന്ത്രിച്ചു നിൽക്കലാണ്. അങ്ങനെ ഒരാൾക്ക് കഴിഞ്ഞാൽ അവന്റെ നാവിൽ വരുന്ന ദിക്റിന് മധുരമുണ്ടാകും. ഇൽമു പറയാനൊക്കെ നാവ് ഉപയോഗിക്കണം. നാവ് കൊണ്ട് സ്വലാത്തുകൾ ചൊല്ലണം, നാവ് കൊണ്ട് ദിക്റുകൾ ചൊല്ലണം. എത്രത്തോളം ദിക്റുകളും സ്വലാത്തുകളും ഖുർആൻ പാരായണവും നമ്മുടെ നാവ് ഉപയോഗിച്ച് ചെയ്യുന്നുവോ അത്രത്തോളം തന്നെ പാപങ്ങൾ വരാതെയും നമ്മൾ ശ്രദ്ധിക്കണം. നന്മ ചെയ്യുന്നതിൽ മാത്രം സാധാരണയിൽ മനുഷ്യർ ശ്രദ്ധിക്കാറുള്ളൂ. തിന്മ സംഭവിക്കുന്നതിൽ ആർക്കും ശ്രദ്ധയില്ല. അള്ളാഹുവിനോടുള്ള ഭയപ്പാട് വെളിവാകുന്ന 7 ഇടങ്ങളിൽ ഒന്നാമത്തേത് നാവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നാവിനെ കുറിച്ച് പറഞ്ഞത്, നമ്മുടെ ശരീരത്തിലെ ഈ അവയവം രാജകീയമായി നിൽക്കാണ്. ശക്തരായ ഉറച്ചു നിൽക്കുന്ന പല്ലുകൾ എന്ന പട്ടാളക്കാരുടെ കാവൽ വലയത്തിലാണ് നാവുള്ളത്. സുഗമമായി മടക്കാനും തിരിക്കാനും കഴിയുന്ന ശരീരത്തിലെ ഒരേ ഒരു അവയവം. എല്ലുകളുടെ സ്വാധീനമില്ലാത്ത ശരീരത്തിന്റെ അതിപ്രധാനപ്പെട്ട ഭാഗം. നമ്മുടെ കൈകൾ രണ്ടും മുന്നോട്ട് മടക്കാൻ കഴിയും, പക്ഷെ പിന്നോട്ട് മടക്കാൻ കഴിയുന്നില്ല. കാലുകളെ സംബന്ധിച്ച് കാലുകൾ പിന്നോട്ട് മടക്കാൻ പറ്റും, പക്ഷെ മുന്നോട്ട് മടക്കാൻ പറ്റുന്നില്ല. ചെവികൾ അനക്കാൻ കഴിയുന്നില്ല. കണ്ണുകൾ വളരെ സുരക്ഷിതമായി ഇടയ്ക്കിടയ്ക്ക് തുറന്നു കിട്ടുന്ന അവസരത്തിൽ കൺപോളകൾക്കിടയിൽ നിന്നും അല്പമായി പുറത്തേക്ക് ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന സൂക്ഷ്മ സുന്ദരികളാണ് കണ്ണുകൾ. പരിമിതികൾ ധാരാളമുണ്ട്.
കണ്ണിന്റെ മുന്നിൽ വരുന്നതേ കാണാൻ കഴിയൂ. കണ്ണിന്റെ പിന്നാപ്പുറത്തെ ലോകം കണ്ണിന് കാണാൻ കഴിയുന്നില്ല. ഓരോ അവയവങ്ങളെ വെച്ച് നോക്കുമ്പോൾ സുരക്ഷിതത്വം അള്ളാഹു ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്ന ഒരു ബാഹ്യ അവയവം നാവാണ്. ശക്തരായ കടിച്ചു പിടിച്ചാൽ ആരെക്കൊണ്ടും തുറക്കാൻ കഴിയാത്ത തലയോട്ടിയിലെ ചലിപ്പിക്കാൻ സാധ്യമായിട്ടുള്ള ഏക താടിയെല്ലിന്റെ അരികിലൂടെ വെച്ച് പിടിപ്പിക്കപ്പെട്ട കരുത്തുള്ള പല്ലുകൾ നാവിന് പ്രൊട്ടക്ഷൻ നൽകുന്നു. നാവാവട്ടെ മനുഷ്യന്റെ വായ്ക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നതിൽ അപ്പുറം വലിപ്പമുള്ള ഒരവയവമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മരണം സംഭവിച്ചാൽ ചില ആളുകളുടെ നാവ് പുറത്തേക്ക് വരും. കാരണം ആ നാവ് യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ അതിന്റെ പൂർണ്ണരൂപത്തിലേക്ക് അഴിഞ്ഞു വീഴുമ്പോൾ പല്ലുകൾ എന്ന അതിര് വിട്ട് പുറത്തു വരാനും വായ എന്നതിന്റെ വ്യാപ്തം വിട്ട് പുറത്തു വരാനും അതിന്റെ വലിപ്പം ധൃതി കൂട്ടുന്നു. നമ്മൾ നിയന്ത്രിച്ചു നിർത്തണം. മരിച്ചാൽ മയ്യത്തിന്റെ താട കെട്ടുന്നതിന്റെ ഒരു ലക്ഷ്യവും അത് തന്നെയാണ്. പല്ലുകൾക്കപ്പുറം മനോഹരമായ ചുണ്ടുകൾ പല്ലിനെ മറച്ചു പിടിക്കുന്നു. ചുണ്ട് വിടർന്നാൽ പല്ല് കണ്ടുകൊണ്ടുള്ള ചിരിക്ക് മനോഹാരിത നൽകുന്നു. നാവ് എന്ന ആ രാജപദവിയിലിരിക്കുന്ന അവയവത്തിന്റെ പട്ടാളക്കാരെ ഒന്ന് കാണുമ്പോൾ തന്നെ എത്ര സന്തോഷം. അതായത് ഒരു ചിരി നൽകുന്ന ഒരു സന്തോഷം. ഈ നാവ് ശരീരത്തിലെ ഏകാധിപതിയാണ്. കയ്യിനെ സംബന്ധിച്ച് 2 കാലിനെ സംബന്ധിച്ച് 2, കണ്ണ് 2, ചെവി 2. ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിൽ ഒരു മനുഷ്യന്റെ ലെൻസ് 2. ഹൃദയം 1 അതിന്റെ അറകൾ 4. വെൻട്രിക്കിളും ഓറിക്കിളുമായി ലെഫ്റ്റും റൈറ്റുമായി 4 അറകൾ കാണാം. അങ്ങനെ അങ്ങ് നോക്കിയാൽ ശരീരത്തിൽ കിഡ്നി പോലും 2 അല്ലാഹു വെച്ചിരിക്കുന്നത്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിൽ കുടൽ പോലും വലുതും ചെറുതുമെന്ന് 2 വന്നിട്ടുണ്ട്. അപൂർവമായി ശരീരഘടനയിൽ അല്ലാഹു തന്നിരിക്കുന്ന ഏകാധിപതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫിത്ന ഉണ്ടാക്കുന്ന 2 അവയവമാ. ഒന്ന് ഗുഹ്യഭാഗവും ഒന്ന് നാവുമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് 2 തുടയല്ലിന്റെ ഇടയിലുള്ള അവയവം കൊണ്ടും 2 താടയല്ലിന്റെ ഇടയിലുള്ള അവയവം കൊണ്ടും അള്ളാഹുവിന് തെറ്റ് ചെയ്യില്ല എന്ന് ആരെനിക്ക് ഉറപ്പ് നൽകുന്നുവോ ഞാൻ അവന് സ്വർഗം കൊണ്ട് ജാമ്യക്കാരനാണെന്ന് മുഹമ്മദ് മുസ്തഫ. മൻ യൽമൻ ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖ്ദൈഹി അൽമൻ ലഹു ബിൽ ജന്നതി ഔ കമാ ഖാൽ. ഏകാധിപതിയായ മനോഹരമായ ഗുഹ്യഭാഗം പോലെയല്ല നാവ്. അള്ളാഹു വെച്ചിരിക്കുന്നത് ഉയരമുള്ള ഭാഗത്ത് സിംഹാസനം വെച്ച് പിടിപ്പിച്ച പോലെ. ആർക്കും അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയില്ല. താൻ ഉൾപ്പെട്ടിരിക്കുന്ന താൻ ഏതൊരു ഭാഗത്താണോ സ്ഥാപിക്കപ്പെട്ടത് അതിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സഞ്ചരിക്കാൻ സരളമായി കഴിയുന്ന അവയവം. കുളിക്കാൻ നേരത്ത് കൈ വെച്ച് പുറം തേക്കാൻ നമുക്ക് പറ്റുന്നില്ല. പറ്റുന്നുണ്ടോ? പൂർണ്ണമായിട്ടും പറ്റൂല. നാവുകൊണ്ട് ശരീരത്തിന്റെ വായന്റെ അകത്ത് ഏത് പല്ലിലും സ്പർശിക്കാം. ചുണ്ടിന്റെ എവിടെയും നമുക്ക് സ്പർശിക്കാം. നാവിന് അല്ലാഹു വെച്ചിരിക്കുന്ന മേഖലയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും നാവിന് സഞ്ചരിക്കാൻ കഴിയും. അത്ര കണ്ട് സരളമായി ഇടപഴകുന്ന ഈ അവയവത്തിന്റെ ഗൗരവം വലുതാണെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. عن نبي سعيد الخدري رضي الله عنه قال رسول الله صلى الله عليه وسلم إذا أصبح ابن آدم فإن الأعضاء كلها تكفر اللسان وتقول يا لسان اتق الله فينا فإنا نحن بك فإن استقمت استقمنا نبينا رسول الله. നാവിന്റെ മുന്നില് ഓരോ പ്രഭാതത്തിലും എല്ലാ അവയവവും, നമ്മൾ കണ്ടതും കാണാത്തതുമായ എല്ലാ അവയവവും
അവരുടെ ഒരു ദയാഹർജി സമർപ്പിക്കുന്നുണ്ട് എല്ലാ പ്രഭാതത്തിലും. നാം കണ്ട കൈയല്ല ഈ കയ്യ്, നാം കണ്ട കാതല്ല നമ്മുടെ കാത്, നാം കണ്ട കണ്ണല്ല നമ്മുടെ കണ്ണ്, നാം കണ്ട കാലുകളല്ല നമ്മുടെ കാല്. നമ്മെ വഞ്ചിക്കൂ ഇതൊക്കെ. ഇവകൾ വേറെ ഒരു സഞ്ചാരപഥത്തിലാം, ഇവകൾ വേറെ ഒരു സഞ്ചാരപഥത്തിലാം. വിരലുകൾ പോലും മനുഷ്യ നിനക്ക് അനുകൂലമാവാം പ്രതികൂലമാവാം. നിന്റെ ശരീരത്തിന് എതിരെ നിന്റെ ശരീരം തന്നെ വരും. ഇവർക്കൊരു പ്രത്യേക വിവേകമാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഈ കൈ വർത്തമാനം പറയുമെന്ന് ഖുർആൻ. കൈ പറഞ്ഞതിന് ഞാൻ സാക്ഷിയാണെന്ന് വതശ്ഹദു അർജുലുഹും, കാല് സാക്ഷി പറയുമെന്ന് ഖുർആൻ. നമ്മൾ കണ്ടുകൊടുത്തല്ല ഈ കയ്യും കാലുമൊക്കെ. ഇവർ ആഖിറത്തിൽ അങ്ങനെ സംസാരിക്കുമെങ്കിൽ, ഖുർആനാണ് അത് പറഞ്ഞതെങ്കിൽ, ആ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച ഹബീബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അവയവങ്ങളൊക്കെ ദുനിയാവിലും സംസാരിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നില്ല. എല്ലാ ദിവസവും നാം ഉണർന്നില്ലെങ്കിലും നമ്മുടെ അവയവങ്ങൾ ഉണരും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാം ഉണരാതിരിക്കുന്നത് നമ്മുടെ ശരീരത്തെ ശകാരിക്കേണ്ട നമ്മുടെ ആത്മാവ് ഉണരാത്തപ്പോഴാം. നമ്മുടെ ആത്മാവിന് ഉണർച്ച നൽകേണ്ടത് നമ്മുടെ ആത്മബോധം എന്ന ദീനാണ്. ശരീരത്തിനെ നിയന്ത്രിക്കാൻ ഭക്ഷണത്തിന്റെ നിയന്ത്രണം, ആത്മാവിനെ നിയന്ത്രിക്കാൻ പാപങ്ങൾ ചെയ്യാതിരിക്കുക, പിന്നെയോ ആത്മബോധം എന്ന ദീനിനെ നിയന്ത്രിക്കാൻ, ദീനിനെ നിലനിർത്താൻ സ്വലാത്ത് ഹബീബിന്റെ പേരിൽ ചൊല്ലുക എന്ന് ഇമാം ഗസാലിയുടെ മുകാശഫയിൽ ഇപ്പോഴും നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ നാവിന്റെ മുന്നിലെ എല്ലാ അവയവങ്ങളും വന്നിട്ട് പറയും, ഒരപേക്ഷ വെക്കും, യാ ലിസാൻ ഇത്തഖില്ലാഹ ഫീനാ, ഞങ്ങളുടെ കാര്യത്തിൽ നീ അല്ലാഹനെ സൂക്ഷിക്കണേ നാവേ. നേതാവാണ്, നേതാവിനോട് പറയുന്നു, അവയവങ്ങളുടെ നേതാവിനോട് അവയവങ്ങൾ വന്നുകൊണ്ട് അപേക്ഷ വെക്കുന്നു, ഇത്തഖില്ലാഹ ഫീനാ, ഞങ്ങളുടെ കാര്യത്തിൽ അല്ലാഹനെ നീ പേടിക്കണം. ഫഇന്നാ നഹ്നു ബിക, ഞങ്ങളെല്ലാം നിന്നിലാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നീ നന്നായാൽ ഇസ്തഖംന, ഞങ്ങൾ നന്നായി. നീ വളഞ്ഞാൽ ഞങ്ങൾ വളഞ്ഞു. ഇങ്ങനെ പറയാത്ത ഒരു പ്രഭാതവും ഒരു ജീവിതത്തിലും കടന്നു പോയിട്ടില്ല നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഈ ഹദീസ് പറയുന്നത് കാണാം. ആ അർത്ഥത്തിൽ നമ്മൾ നാവിനെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മേഖലയിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ നമ്മൾ മുഅ്മിനാകുന്നതിന്റെ 7-ൽ 1 പൂർണ്ണമാവൂ. ഒന്നാമത്തെ സ്ഥലം നാവ് നന്നാവലാണ്. അതിന് നാവ് നന്നാവണമെങ്കിൽ അതിനോട് അനുബന്ധമായി പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഹൃദയം. നല്ലത് നമ്മൾ സങ്കല്പിക്കണം. ലന്നൂബിൽ മുഅ്മിനീന ഖൈറാ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനായ മനുഷ്യനെ കാണുമ്പോൾ നല്ലത് അവനെ കുറിച്ച് വിചാരിക്കാം. അവനൊരു ഇന്നോവ കാറിൽ വന്ന, ഇത് കട്ടുണ്ടാക്കിയതാ, ഇത് ഗൾഫിൽ നിന്ന് വന്നപ്പോ അറബീനെ പറ്റിച്ചതാ, അങ്ങനെയല്ല ചിന്തിക്കുക. ഈസാ നബി ഒരാള് മോഷണം നടത്തുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഈസാ നബി ചോദിച്ചു, അല്ല സഹോദര മോനെ, നീ അവിടെ മോഷണം നടത്താണോ? അല്ല നബിയെ, ഞാൻ ആ സാധനം അവിടെ നിന്ന് ഞാൻ ഇങ്ങ് എടുത്തു എന്നേ ഉള്ളൂ, എന്റെ കണ്ണിനാണ് തെറ്റുപറ്റിയത്. സംഗതി ശരി തന്നെ, അവിടെ ഇരിക്കുന്ന സാധനം അതിന്റെ ഉടമസ്ഥൻ അറിയാതെ എടുത്ത് മാറ്റുന്നേ ഉള്ളൂ. രണ്ടും തന്നെ, എന്റെ കണ്ണിന് തെറ്റുപറ്റി, എന്റെ ഭാവനയ്ക്ക് തെറ്റുപറ്റി എന്ന് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. നമുക്കൊക്കെ പാഠമാവണം. ഈ ഹൃദയത്തിൽ തോന്നുന്ന ആവശ്യമില്ലാത്ത കൺസെപ്റ്റുകളാണ് നാവ് പറയാ. നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി, ഇതിപ്പോ പറഞ്ഞത് ഞാൻ കേട്ടേ. മനസ്സിലിരിക്കുന്ന ആരെ പുറത്തു കൊണ്ടുവരാ? നാവ് കൊണ്ടുവരും. മിഷ്കാത്തിന്റെ ചില വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, ഇന്നൽ ഖുലൂബ ഇന്നൽ ലിസാന ഖലീഫത്തുൽ ഖൽബ്, മനുഷ്യന്റെ ഹൃദയത്തിന്റെ പ്രതിനിധിയാണ്, ഹൃദയത്തിന്റെ ജോലിക്കാരനാണ് നാവ് എന്ന്.
യാ ബുനയ്യ ഇന്നൽ ഖുലൂബ മസാരിഉ. ലുഖ്മാൻ മകന് കൊടുത്ത ഉപദേശം, ഹൃദയം കൃഷിയിടമാണ്. ഫസ്റഅ ഫീഹാ ത്വയ്യിബൽ കലാം. നല്ലത് നാവിലൂടെ വരാനുള്ള വിത്ത് നിന്റെ ഹൃദയത്തിലാണ് നീ പാകേണ്ടത് പൊന്നുമോനെ. നല്ലത് നാവിൽ വരാനുള്ള വിത്ത് നിന്റെ മനസ്സിലാ കൊണ്ടുവരേണ്ടത്. മനസ്സിലേക്ക് നല്ലത് കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു മനുഷ്യൻ മുഅ്മിനാവാൻ 7 ഭാഗങ്ങളിൽ അല്ലാഹുവിനോടുള്ള ഭയം വെളിവാകും. അതിൽ ഒന്നാമത്തേത് നാവാണ്. രണ്ടാമത്തേത് ഒരു മനുഷ്യന്റെ ഈമാനിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ ഭാഗം ഹൃദയമാണ്. ഹൃദയത്തിന്റെ അകത്ത് മറ്റുള്ളവരോടുള്ള വിരോധങ്ങൾ ഉണ്ടായാൽ സുന്നത്തിന് കൂലി നഷ്ടപ്പെടും. ഹൃദയത്തിന്റെ അകത്ത് പക വെച്ചുകൊണ്ട് നടക്കുന്നവന്റെ ഇടയിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ലെന്ന പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. ഹൃദയത്തിന്റെ അകത്ത് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുക. ചില ആൾക്കാർക്ക് ഒരു കാരണവും വേണ്ട വൈരാഗ്യത്തിന്. വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുക എന്ന സ്വഭാവമുണ്ടെങ്കിൽ സുന്നത്തുകൾക്ക് കൂലി നഷ്ടപ്പെടും. എന്തേ കാരണം? അള്ളാഹുവിന്റെ ഹബീബ് മഹാനായ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ ബുനയ്യ ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഗശോ ഫഫഅൽ ദാലിക മിൻ സുന്നതി വമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളോടും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം നിനക്കില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരോടും ഒരു വെറുപ്പും ഇല്ല മനസ്സിൽ. നമുക്കൊക്കെ അത് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വൈകുന്നേരം മുതൽ അടുത്ത രാവിലെ വരെ നിനക്ക് ഇങ്ങനെ വെറുപ്പില്ലാത്തൊരു മനസ്സ് ഒരു 24 മണിക്കൂർ നിനക്ക് അങ്ങനെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഫഫഅൽ ദാലിക. അങ്ങനെ തുടർന്ന് ചെയ്യുമോനെ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബിയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞത്, വദാലിക മിൻ സുന്നത്തി. അതാണ് എന്റെ സുന്നത്ത്, അതാണ് എന്റെ സുന്നത്ത്. സുന്നത്തിന്റെ അടിസ്ഥാനമാണ്, ബേസാണ്, തറയാണത്, ഫൗണ്ടേഷനാണ്. ആ സുന്നത്ത് നമുക്കില്ലാതെ വേറെന്ത് സുന്നത്ത് ചെയ്തിട്ട് എന്ത് കാര്യം? വമൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. എന്റെ ഈ സുന്നത്തിനെ ഒരാൾ പ്രാവർത്തികമാക്കി അതിനോട് സ്നേഹം പങ്കിട്ടാൽ അവൻ എന്നെ സ്നേഹിച്ചു. എന്നെ ആര് സ്നേഹിക്കുന്നുവോ നാളെ എന്റെ കൂടെ സ്വർഗത്തിൽ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മെ അതിൽ പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് ഇവിടെ മുളക് വെയിലത്തിട്ടപ്പോ അപ്പുറത്തെ വീട്ടിലെ കോഴി വന്നത് നിരത്തി കളഞ്ഞതിന് അങ്ങോട്ട് വഴക്ക് 10 കൊല്ലം മിണ്ടൂല. ആ അവസ്ഥയൊന്നും പാടില്ല. കല്യാണം വിളിച്ചപ്പോ വെളി ഇത്തിരി മോശമായി, വാശിയായി, വൈരാഗ്യമായി, വേറെ എന്തെങ്കിലും നുണ പറഞ്ഞ് കല്യാണത്തിന് പോയില്ല. മിണ്ടലുണ്ടോ? മിണ്ടാറൊക്കെ ഉണ്ട്, എന്നാലും വിരോധം. അങ്ങനെ ഇരിക്കുവോ നമ്മൾ ഓരോരുത്തർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കും. അങ്ങനെ ഇരിക്കെ നമ്മൾ ഓരോരുത്തരുടെ മുന്നിൽ അവരറിയാതെ അവരോട് ശത്രുത വെച്ച് പല കുതന്ത്രങ്ങളും ചെയ്യും. ശരിക്കും ഇബ്ലീസാവും. പിന്നെ ഈ സുന്നത്തുണ്ട് എന്ത് കാര്യമുണ്ട്? ഹൃദയമാണ് നന്നാവേണ്ടത്. ഫയഖ്റുജു മിൻഹുൽ അദാവത്തു വൽ ബുഖ്താൻ. അങ്ങനെ ഹൃദയം നന്നാവുന്നു എങ്കിൽ, ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ളതായ പേടി നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നുവെങ്കിൽ, നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് ശത്രുത തന്നെയാണ്, മറ്റുള്ളവരെ കുറിച്ചുള്ള മോശം വിചാരങ്ങളാണ്. പിന്നെ പറയുന്നു, ഇമാം ഗസാലി പറയുന്നു, വഹസദുൽ ഇഖ്വാൻ. തന്റെ കൂടപ്പിറപ്പുകളോടും കൂട്ടുകാരോടും തന്റെ അയൽവാസികളോടുമുള്ള അസൂയ ഒഴിവാക്കണം. അസൂയ ഒഴിവാക്കണം. അസൂയ ഒഴിവാക്കിയ ബാർട്ടൻഡ് റസൽ എന്ന് പറയുന്ന മതനിഷേധിയും യുക്തിവാദിയുമായ ചിന്തകന്റെ അഭിപ്രായ പ്രകാരം അസൂയ ഒഴിവാക്കിയ കുറെ രോഗങ്ങൾ ഒഴിവായിന്ന. അസൂയ ഒഴിവാക്കിയ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു മനുഷ്യനിൽ നിന്നും ഒഴിവാവാൻ പ്രയാസമുള്ള ഒരു ദുർഗുണമാണ് അസൂയ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസൂയ വന്നു കഴിഞ്ഞാൽ ഖുർആനിന്റെ ഇങ്ങേ തല അവസാനിക്കുന്നത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ആ അധ്യായത്തിൽ
മനുഷ്യരിൽ നിന്നുണ്ടാകാവുന്ന ഷെറുകളെ തൊട്ട് കാവൽ തേടുമ്പോ ആകെ എടുത്തു പറഞ്ഞ ഒരേ ഒരു ഷെറ് അസൂയ മാത്രമേ ഉള്ളൂ. പതിനായിരക്കണക്കിന് മനുഷ്യന്റെ ഉപദ്രവങ്ങളെ കുറിച്ച്, മറ്റു മനുഷ്യന് ചെയ്യുന്ന ഉപദ്രവങ്ങളെ കുറിച്ച് പറയാനുണ്ടായിട്ടും അള്ളാഹു ആ അധ്യായത്തിൽ കൊണ്ടുവന്നത് അസൂയ മാത്രമാണ്. അസൂയ വന്നു പോയാൽ തീർന്നില്ല. ഹൃദയത്തെ ശുദ്ധിയാക്കണം. അള്ളാഹിനെ കുറിച്ചുള്ള പേടി വരേണ്ടത് ഹൃദയത്തിലായിരിക്കണം. ഹൃദയം ശുദ്ധിയാവണം. ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യൂല. ആ മനുഷ്യൻ ആരാണെന്നറിയുമോ? ആക്കിലുൽ ഹറാം. ഹറാമ തിന്നാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം ചെയ്യൂല. പിന്നെയോ, പിന്നെ ഒരു മനുഷ്യന്റെ ദുആക്കും ഉത്തരം ചെയ്യൂല. വമുകാസിറുൽ ഗീബ. കണക്കില്ലാണ്ട് കുറ്റം പറഞ്ഞു നടക്കുന്ന ആളുകൾ, ഗീബത്ത് പറഞ്ഞു നടക്കുന്നവന്റെയും ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യൂല. പിന്നെ ഒരു മനുഷ്യനും അല്ലാഹു ദുആക്ക് ഉത്തരം ചെയ്യൂല. വമൻ കാന ഫീ ഖൽബിഹി ഗില്ലുൻ ഔ ഹസദുൻ ലിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളോട്, മുസ്ലിം സഹോദരങ്ങളോട് അസൂയ, ശത്രുത ഇത് വെച്ച് നടക്കുന്ന, വൈരാഗ്യം ഇത് വെച്ച് നടക്കുന്നവന്റെ ദുആക്കും അല്ലാഹു ഉത്തരം ചെയ്യൂല. ഔ കമാ ഖാല റസൂലുള്ളാഹി. ജന്മനാൽ മനുഷ്യനിൽ 3 ദുർഗുണങ്ങളുണ്ട്. സലാസത്തുൻ ലാ യൻജു മിൻഹുന്ന അഹദുൻ. ഒരു മനുഷ്യനും തന്റെ ഈ 3 ദുർഗുണത്തിൽ നിന്നും ഒഴിവാകൂല എന്ന് മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. 3 ദുർഗുണം അള്ളാഹുവിന്റെ ഹബീബ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് സമർഖന്ദി ഉദ്ധരിക്കുന്നുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബിയെ കേട്ടു പറയുന്നതായി സല്ലല്ലാഹു അലൈഹി വസല്ലം, സലാസത്തുൽ ലാ യൻസു മിൻഹുന്ന അഹദ്. ഒരാളും ഒഴിവാവാത്ത ജന്മനാലുള്ള 3 ദുർഗുണങ്ങളുണ്ട്. അത് ഇബാദത്ത് കൊണ്ട്, തഖ്വ കൊണ്ടും അത് ഒഴിവാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ജന്മനാൽ നമ്മളിൽ വരുന്ന 3 നെഗറ്റീവുകളാണ്. ഒന്നാമത്തേത് അല്ലന്നു, മോശം ഭാവനകൾ. മോശം ഭാവന. ഒരാളെ കുറിച്ച് ആദ്യം തന്നെ നമ്മൾ നെഗറ്റീവ് ചിന്തിക്കൂ. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, പൊതുവെ അങ്ങനെയാണ് ആളുകൾ. ആദ്യം തന്നെ നെഗറ്റീവ്, അവന്റെ പോരായ്മയെ ചിന്തിക്കൂ. ആദ്യം തന്നെ ഒരാളുടെ പോരായ്മ ചിന്തിക്കൂ. നല്ല നിസ്കാരവും കാര്യങ്ങളും ഒക്കെ ഉള്ള, കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന, ആരുടെയും ഒരു കുറ്റവും കുറവും അന്വേഷിക്കാത്ത ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ, ഇയാൾ ഈ കഴിഞ്ഞ ആഴ്ചയല്ലേ വീഡിയോയിൽ നിർത്തിയത്, ഇനിയിപ്പോ എന്താ കാര്യം അല്ലേ? ആദ്യം തന്നെ മോശ മനസ്സിൽ വരാ. ഇയാൾ എങ്ങനെയാണ്, ഇയാളുടെ മക്കള് ചൊവ്വില്ലല്ലോ, ഗുണമില്ലല്ലോ. ആദ്യം തന്നെ ജന്മനാൽ മനുഷ്യരിലുള്ള ഒരു ദുർഗുണാണ്. ആദ്യം തന്നെ ചിന്തിക്കാ നെഗറ്റീവാ. രണ്ടാമത്തേത് അസൂയയാണ്. മൂന്നാമത്തേത് ലക്ഷണം നോക്കലാണ്. 1-ാം തീയതി ആയപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ഇത്ത കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടി രാവിലെ അവിടെ വന്നത്. അതിനറിയില്ല 1-ാം തീയതി. അതിനാകെ തൊഴുത്തും പശുവും കിടാവും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പുറത്തെ വീട്ടിലെ രാത്രിത്തെ കഞ്ഞി വെച്ച വെള്ളവും അതിന്റെ ഭക്ഷണത്തിന്റെ വേസ്റ്റും ഒക്കെ അപ്പുറത്തെ വീട്ടിലെ ഇത്ത കൊണ്ടുപോലും പതിവുണ്ട്. ഇവിടെ ഉള്ള കാര്യമല്ലാട്ടെ പറഞ്ഞത്. അപ്പൊ പറയും, അന്ന് ഏതെങ്കിലും ഒരു തെങ്ങേന്ന് മൂപ്പെത്തുന്നതിന് മുമ്പ് എലി മുറിച്ചിട്ട ഏതെങ്കിലും തേങ്ങ ചാടിയ അവള് 1-ാം തീയതി ഇവിടെ കയറിയിട്ട ഒരു തേങ്ങ പോലും കിട്ടാനില്ല അല്ലേ? 1-ാം തീയതി കയറാ, അനീന്തിക്കാറില്ലേ? പൂച്ചവട്ടം ചാടാ, ചിന്തിക്കാറില്ലേ? അങ്ങനെയുണ്ട്. കണിമോശമായത് കൊണ്ടാണ്, കുമ്പിളി വിളിച്ചതിന്റെ പേരിലാണ് എന്റെ ഈ കാര്യങ്ങൾ നടക്കാതെ പോയത്. ചിന്തിക്കും മനുഷ്യൻ, ഇത് ജന്മനാലുള്ളതാ, ഒഴിവാക്കല് പ്രയാസമാ, തവക്കല് കൊണ്ടല്ലാതെ ഒഴിവാവൂല. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് ഹൃദയം നന്നാവാൻ ഇതൊക്കെ ഒഴിവാക്കാനുണ്ട്. ഹൃദയം നന്നാവാൻ അസൂയ ഒഴിവാക്കാനുണ്ട്. 5-ാം ആകാശത്തിൽ ഒരു മലക്കുണ്ട്. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു ഉദ്ദേശിച്ച ഇല്ലീൻ എന്ന ഭാഗത്തേക്ക് പോകാൻ ആകാശത്തിൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് നമ്മുടെ അമലുകളൊക്കെ ഉയർത്തിക്കൊണ്ടുപോകൂലോ. തിങ്കളാഴ്ചകളെ ഉയർത്തും, വ്യാഴാഴ്ചയിലും ഉയർത്തും. ആ 2 ദിവസവും നോമ്പ് സുന്നത്താ. ചിലപ്പോൾ ആ ഉയർത്തൽ ദിവസങ്ങളിലുണ്ട്. അതെങ്ങനെ? അസ്റിനും ഉണ്ടാവാം, സുബഹിക്കും ഉണ്ടാവാം.
വർഷത്തിൽ ഒരിക്കൽ ഉയർത്തുന്ന ഒരു വേറെ ഉയർത്തലുണ്ട്, അത് ബറാഅത്ത് രാവില എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകുന്ന അമൽ ഇവിടെ സ്റ്റോക്ക് വെക്കുന്നില്ല, അത് കൊണ്ടുപോവാം. 5 ആകാശം ഒരു വലിയ ചെക്ക് പോസ്റ്റാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 ആകാശത്തിലേക്ക് എത്തുമ്പോൾ 7 ആകാശം കടന്നു പോകേണ്ടതാണ് ഈ അമലൊക്കെ. എന്നാ അസ്ർ നിസ്കരിച്ചത് കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഒരു പണി ചെയ്യാൻ നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ നമ്മൾ ആ പണി ചെയ്ത് നമ്മെ ഏൽപ്പിച്ചത് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനെ ഇവിടെ വെച്ചോണ്ടിരിക്കൂല. അച്ചാറ് കമ്പനിയിൽ പണിക്ക് പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം. കുപ്പിയൊക്കെ പാക്ക് ചെയ്ത് അത് അവിടെ കാണാൻ വെക്കല്ല, ആ സ്റ്റോക്ക് അടുത്ത കണ്ടെയ്നറിന് അങ്ങോട്ട് പോകും. അത് ചിലപ്പോ ഡെയിലി പോണതുണ്ടാവും. ഡെയിലി പോയിട്ട് ഗോഡൌണിൽ കൊണ്ടുപോയിക്കും. ആഴ്ചയിലൊരിക്കൽ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. വർഷത്തിൽ ഒരിക്കൽ അത് അതിന്റെ അടുത്ത സ്ഥലത്തേക്ക്. അതിനോടനുബന്ധമായി വരുന്ന രീതികളിൽ തന്നെ അത് പോകും. മനുഷ്യന്റെ അമൽ ആഴ്ചയിൽ ഉയർത്തും, പിന്നെ അത് ദിവസം ഉയർത്തും, ആഴ്ചയിൽ ഉയർത്തും, വർഷത്തിൽ ഉയർത്തും. വർഷത്തിൽ ഉയർത്തൽ ബറാഅത്ത് രാവില. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും വലിയ ഫൈനൽ ചെക്ക് പോസ്റ്റ് അത് 5 ആകാശത്തിൽ നബി മുഹമ്മദ് മുസ്തഫ. 5 ആകാശത്തിൽ ഒരു മലക്കുണ്ട്. ആ മലക്കിന്റെ ഡ്യൂട്ടി ഈ വരുന്ന അമലുകൾ അസൂയക്കാരന്റെ അമലാണ് എങ്കിൽ അതിവിടെ വേണ്ട, അങ്ങോട്ട് കടക്കൂല, സീലടിച്ചു കിട്ടില്ല, താഴത്തേക്ക് ഇടും. ആ അമല് താഴേക്ക് പോരും. അസൂയ ഉള്ള മനസ്സ് സത്യത്തിൽ അള്ളാഹുവിന്റെ ശത്രുവാണെന്ന്, അസൂയ ഉള്ള മനസ്സുള്ളവൻ അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസൂയക്കാരൻ അള്ളാഹിന്റെ ശത്രുവാണ്. എന്തേ അവന് ശത്രുത ഉണ്ടാവാൻ കാരണം? അള്ളാഹുവിനോട് വലിയ നിസ്കാരമൊക്കെ ഉണ്ടാവും. അസൂയക്കാരൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ശത്രുവാണ്. കാരണം അള്ളാഹ് കൊടുത്തതിൽ പ്രതിഷേധിക്കലാണല്ലോ അസൂയ. അള്ളാഹു അവന് ജീവിക്കാൻ സൗകര്യം കൊടുത്തു, മനോഹരമായ വീട് കൊടുത്തു. അങ്ങനെയുണ്ട്. 5 പവന്റെ മാല ഒരു സഹോദരിക്ക് ഭർത്താവ് സന്തോഷത്തോടു കൂടെ വാങ്ങിക്കൊടുത്തു എന്ന് വെക്കാം. ഇപ്പൊ അത് വലിയ സ്വപ്നമാണ് കേട്ടോ. സ്വർണത്തിന്റെ വിലയൊക്കെ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. 5 കൂടുതലുള്ളവർക്ക് അതിൽ കൂടുതൽ വാങ്ങാൻ. എന്നിട്ട് കാട്ടിക്കളയരുത് അല്ലേ? വുളുവൊക്കെ എടുക്കുമ്പോ ടാപ്പിൽ കുടുങ്ങി പൊട്ടിച്ചു കളയാ അല്ലെ? ഒരു ശ്രദ്ധയില്ലാതെ അഴിച്ച് കുളിമുറിയുടെ മുകളിൽ വെക്കുക. പിന്നെ അത് കാക്ക എടുത്തുണ്ടോ, പൂച്ച എടുത്തുണ്ടോ? സ്വർണത്തിനൊക്കെ എന്താ വില എന്നറിയോ? 5 പവന്റെ ഒരു മാല ഒരു സഹോദരിക്ക് ഭർത്താവ് കൊടുത്തു എന്ന് വെക്കാം. അത് ഏത് സഹോദരിയാണെന്നൊന്നും ആലോചിക്കേണ്ട, ഏതെങ്കിലും ഒരു സഹോദരിക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. 5 പവന്റെ മാല കിട്ടി. ആ സന്തോഷം തന്റെ അടുത്ത സഹോദരിയെ അറിയിക്കുകയോ, അറിയിച്ചില്ലെങ്കിലും അവളെ കാണിക്കാൻ അതിന്റെ ലോക്കറ്റയിലൊന്ന് പിടിച്ചിട്ട് വലിച്ചു പിടിച്ചപ്പോഴേക്കും അവള് മുഖം ഒരു തിരിക്കലുണ്ട്. അത് എങ്ങനെയാണെന്ന് അറിയോ? അട്ടയുടെ മുന്നിൽ കൊണ്ടുപോയി ഉപ്പിട്ട മാതിരിയാവും. ഒരട്ട വെട്ടിക്കല. പിന്നെ നിന്റെ ഒരു 5 പവൻ എനിക്കത് കാണണ്ട അല്ലേ? അങ്ങനെ ഒരു പ്രകൃതം ഉണ്ടല്ലോ. അതിന്റെ പേരിൽ അവളത് വാങ്ങിയതിന്റെ പേരിൽ അവളോട് മിണ്ടൂല. അവൻ നല്ലൊരു വാഹനം എടുത്തതിന്റെ പേരിൽ അവനോട് മിണ്ടുകയില്ല. ഇങ്ങനത്തെ ഒരു പ്രകൃതം മനുഷ്യനിലുണ്ട്. അവൻ ചെയ്ത നിസ്കാരം 5 ആകാശത്തിലെത്തുമ്പോൾ അസൂയയുടെ പേരിലല്ലേ അവൻ നിസ്കരിച്ചത്? അസൂയ ഉള്ളതിന്റെ കൂടെ അവൻ നിസ്കരിച്ചത്. ആ നിസ്കാരം ഇവിടെ വേണ്ട. മാഷാ അല്ലാഹ്, നന്നായിരിക്കട്ടെ, അള്ളാഹു ഞങ്ങൾക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞ എത്ര രസമുണ്ട്. അപ്പൊ അവളുടെ ഒരു ആമീൻ പറയും. ഇവിടെ വിഷമം കൊണ്ട് ചെയ്ത ദുആയായിരിക്കും. വിഷമം കൊണ്ട് ചെയ്യുന്ന ദുആക്ക് അള്ളാഹു എന്തായാലും ഉത്തരം കൊടുക്കും. ഒരു വിഷമം ഉണ്ടാവുമല്ലോ, എന്റെ വീട് പണി വന്നപ്പോ അതൊക്കെ വിൽക്കേണ്ട വന്നു, അള്ളാഹ് എനിക്കും ഞങ്ങൾക്കും അതുപോലത്തെ ഒരെണ്ണം വേണം, നീ തൗഫീഖ് ചെയ്യണേ. സന്തോഷത്തിൽ പറയുന്ന ആമീനും ഇജാബത്തുണ്ട്. വിഷമത്തിൽ ചെയ്യുന്ന ദുആ രണ്ടാക്കും ക്ഷീണമല്ലല്ലോ. ആ സ്നേഹം നിലനിൽക്കും. അതുകൊണ്ട് അസൂയക്കാരന്റെ അമല് സത്യത്തിൽ അള്ളാഹുവിന് വേണ്ട. കാരണം അള്ളാഹ് കൊടുത്തതിലുള്ള പ്രതിഷേധമാണ്, ഒരു പിണക്കമാണ് അസൂയ. അതുകൊണ്ട് അസൂയക്കാരനെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ നിഅമത്തുകളോടുള്ള ശത്രുത അള്ളാഹുവിനോടുള്ള ശത്രുതയാണ്. അള്ളാഹുവിനോടുള്ള ശത്രുത. നമ്മുടെ വീടിന് നേരെ ഒരാൾ കല്ലെറിഞ്ഞു, സത്യത്തിൽ അത് വീടിനോടുള്ള ശത്രുതയാണോ? അല്ല, നമ്മോടുള്ള ശത്രുതയാണ്. ആ വീടിന്റെ ഉടമസ്ഥൻ മറ്റൊരാൾക്ക് കിട്ടിയ നേട്ടത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവ. അപ്പൊ അയാളോട് വെക്കുന്ന ശത്രുത അള്ളാഹുവിനോടാ.
ഇങ്ങനെയാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഇത് ചർച്ച ചെയ്തിരിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തെ രംഗം, അള്ളാഹുവിനോടുള്ള ഭയം നമുക്ക് ഉണ്ടാവേണ്ട മൂന്നാമത്തെ രംഗം ഒരാളുടെ നോട്ടമാണ്. നോട്ടം എങ്ങോട്ട് നോക്കണം? ഒരു വീട്ടിലെത്തിയാൽ ആ വീട്ടിൽ അവൻ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അവന്റെ നോട്ടമാണ്. നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിലേലും നോക്കാനൊന്നും പാടില്ല. ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലേണ്ടി വന്നാൽ, എത്തേണ്ടി വന്നാൽ നമ്മൾ ആദ്യം നിയന്ത്രിക്കേണ്ടത് നമ്മുടെ കണ്ണിനെയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നോട്ടം, ചില കാര്യങ്ങളിൽ നോട്ടം പാടില്ലാത്തതുണ്ട്. നോക്കാനേ പാടില്ല. ഫലാ യൻദുറു ഇലൽ ഹറാം, ഹറാമിലേക്ക് തീരെ നോക്കാൻ പാടില്ല. ഹറാമിൽ നോക്കാത്ത ഒരിടപാടും ഇന്നില്ല എന്നുള്ളതാണ്. ഒരാശുപത്രി പോയി ചീട്ടെടുക്കണമെങ്കിൽ തന്നെ അവിടെ തന്നെ ഇരിക്കുന്ന ഹറാമിയത്തിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലകളിലും വന്നു കഴിഞ്ഞു. പരിധി വരെ ശ്രദ്ധിക്കുക എന്നല്ലാതെ ബാക്കിയൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. ആഗ്രഹത്തോടുകൂടെ മനുഷ്യനെ വൈകാരികമായി ത്രസിപ്പിക്കുന്ന പരസ്യ പലകകളായി എവിടെ ഉള്ളൂ? എല്ലാത്തിനും നിയന്ത്രണമുണ്ട്. സിനിമാ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് നിയന്ത്രണമില്ലല്ലോ. എല്ലാ മേഖലകളിലും അങ്ങനെ. ഒരു കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോഴും, ഒരു കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലുമ്പോഴും വരവേൽക്കുന്നതാരാ? അർദ്ധനഗ്നയായ പെണ്ണ്. അങ്ങനെ ഒരു കാലം വന്നതും നമ്മൾ ജീവിക്കുന്ന ഈ യുഗത്തിൽ തന്നെ. അന്യരായ ആണുങ്ങളുണ്ടാവും വരവേൽക്കാൻ, സ്വീകരിക്കാൻ ഒക്കെ. എന്തിനേറെ തെറാപ്പിസ്റ്റിന്റെ പണി പോലും ചെയ്യുന്നവര്. ഫിസിയോതെറാപ്പി ചെയ്യണമെങ്കിൽ, പെണ്ണിന്റെ പ്രസവം എടുക്കാൻ, പെണ്ണിന്റെ ചികിത്സ നടത്താൻ മതം പറഞ്ഞതായ നിബന്ധനകളൊന്ന് പഠിച്ചാൽ നമ്മൾ ശരിക്കും ഇടങ്ങേറിലാവും. ഒരു പെണ്ണ് ചികിത്സ തേടി പോകുമ്പോൾ ആരുടെ അടുക്കൽ പോകണം? ഒരു മുസ്ലിം ഡോക്ടർ, അതും പെണ്ണ് ഡോക്ടർ ഉണ്ട് എങ്കിൽ തത്തുല്യ തസ്തികയിലുള്ള ആണ് ഡോക്ടറുടെ അടുക്കൽ പോകല് ഹറാം. അങ്ങനുണ്ട്. ആ ഒരവസ്ഥയിലൊക്കെ ഇന്നത്തെ കാലം എത്തിയപ്പോ കുറെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതൊക്കെ ശ്രദ്ധിക്കാത്തേ ഉള്ളൂ. ബാക്കിയൊക്കെ അള്ളാഹുവിനോട് പൊറുക്കാൻ നമ്മൾ എന്നും തേടിക്കൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, സഹോദരിമാരെ, നോട്ടം വലിയ പ്രശ്നമാണ്. ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. സഹാബത്തിനോട് ഒരിക്കൽ പറഞ്ഞു, ബുഖാരി മുസ്ലിമിലുണ്ട് ഹദീസ്, ഇയ്യാകും വൽ ജുലൂസ ഫിത്തുർഖാത്ത്, ഒരു കാര്യമില്ലാതെ റോട്ടിൽ പോയിരിക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യമില്ലാതെ റോട്ടിൽ പോയിരിക്കരുത്, അത് വലിയ അപകടമാണ്. ഖാലു യാ റസൂലല്ലാഹ് മാ ലനാ മിൻ മജാലിസിനാ ബുദ്ദുൻ നതഹദ്ദസു ഫീഹാ. നബിയേ, ഞങ്ങൾ എന്തിനാ റോട്ടിൽ പോയിരുന്ന് വർത്താനം പറയണത്? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല നബിയെ. എന്നാലും ഇനി ഞങ്ങളെങ്ങാനും റോഡുകളിൽ പോയിരുന്ന് വർത്തമാനം പറയേണ്ട ഒരവസ്ഥ എങ്ങാനും വന്നു പോയാൽ എന്ത് ചെയ്യണം നബിയേ? റോട്ടിൽ പോയി വർത്താനം പറയരുത്. ഏത് ചായക്കടയുടെ മുഖം തിരിഞ്ഞിരിക്കുന്നത് റോട്ടിലേക്കായിരിക്കും, അല്ലേ? അല്ലാഹുവേ, സുബഹി കഴിയുമ്പോൾ തന്നെ ആ നിസ്കരിച്ചതും ആ ഇഖ്ലാസോട് കൂടി ചെയ്തതും ചൊല്ലിയതും പാടിയതും പറഞ്ഞതും ഒക്കെ കൊണ്ടുപോയിട്ട് ആ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കാണ് ചായക്കടയിൽ. പിശാച് ഏറ്റവും സന്തോഷിക്കുന്ന ഇടമാണ് അങ്ങാടി. ഒരു അങ്ങാടിയിലേക്ക് ആദ്യം പോകുന്നവൻ നീയാവല്ലേ? ഒരു അങ്ങാടിയിൽ നിന്നും അവസാനം തിരിച്ചു വരുന്നവനും നീയാവരുതെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങാടിയിലേക്ക് ആദ്യം പോകുന്ന ആൾ നമ്മളാവരുത്. എപ്പോഴാ? വെളുപ്പിന്. അങ്ങാടിയിൽ നിന്നും അവസാനം പോരുന്നവനും നീ ആവല്ലേ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? അങ്ങാടിയിൽ പിശാച് അവന്റെ കൊടി നാട്ടുകയും പറിച്ചെടുക്കുകയും ചെയ്യുന്ന നേരമാണ് ഇത് രണ്ടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പല ആരോപണങ്ങളും നിനക്ക് വരാം, പല അപകടങ്ങളും നിനക്ക് വരാം, സാധ്യതകളുണ്ട്. അങ്ങാടി എന്ന് പറഞ്ഞപ്പോ ചെന്നൈ, മദ്രാസ്, അതുപോലെ തന്നെ ബാംഗ്ലൂര്, അതുപോലെ എറണാകുളം, അങ്ങനെയൊന്നും ആവണ്ട. മനുഷ്യർക്ക് കൂടാൻ പറ്റുന്ന ഒരു ബസ് സ്റ്റോപ്പ് അവിടെ ഒന്നുമില്ല. ഒരു
കാത്തുനിൽപ്പുപുര എന്ന ഒരു എന്താ പറയാ വെയിറ്റിംഗ് ഷെഡ് മാത്രമേ ഉള്ളൂ അങ്ങാടി എന്ന് പറയാം. മനുഷ്യൻ കൂടുന്ന ഇടം. അവിടെ കടയും വേണമെന്നില്ല, ടെക്സ്റ്റൈൽസ് വേണ്ട, ജ്വല്ലറി വേണ്ട, ഒന്നും വേണ്ട. അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. പെണ്ണിന്റെ ശരീരത്തിൽ സുഗന്ധമുണ്ട്, അവൾ അങ്ങാടിയിലൂടെ പോകേണ്ടവളാണ് എങ്കിൽ ആ മണമടിക്കുമ്പോൾ ആരൊക്കെ അത് ശ്വസിക്കുന്നുവോ അവരോട് വ്യഭിചരിച്ച കുറ്റം അങ്ങാടിയിലേക്ക് നിറങ്ങാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ കദാ വകദാ യഅനി ബിദാലിക അസ്സിന എന്ന് മുഹദ്ദിഥീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട്. സഹാബത്തിനോട് പറഞ്ഞു, വഴിയരികിൽ നിങ്ങൾ തടിച്ചുകൂടി നിൽക്കല്ലേ, റോഡുകളിൽ നിങ്ങൾ പോയി നിൽക്കല്ലേ. നബിയെ, ഞങ്ങൾ അങ്ങനെ ചെയ്യലില്ല. ഇനി എങ്ങാനും ഞങ്ങൾക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫൈദാ ബൈതും ഇല്ലൽ മജ്ലിസ ഫഅഅതു ത്വരീഖ ഹഖഹു. റോഡുകളോട് ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്, വഴിയോട് ഒരു ബാധ്യതയുണ്ട്. ഒന്ന്, റോട്ടിൽ പോയി നിന്ന് വർത്താനം പറയുകയാണെങ്കിൽ, ഒന്ന് നബിയെ വമാ ഹഖ് ത്വരീഖ് യാ റസൂലല്ലാഹ്, വഴിയോട് ചെയ്യേണ്ട, റോഡുകളോട് ചെയ്യേണ്ട ബാധ്യത എന്താണ് നബിയെ? 5 ബാധ്യതകളുണ്ട്. ഒന്ന്, ഗള്ളുൽ ബസ്രി, അവിടെ നിൽക്കുമ്പോ കണ്ണ് ചിലപ്പോൾ അടച്ചു പിടിക്കേണ്ട വരും. എന്തേ? കണ്ണ് ചിലപ്പോൾ അടച്ചു പിടിക്കേണ്ട വരും. ഇങ്ങനെ എവിടെ നോക്കിയാലും ഹറാമ്. വഴിയോട് 5 ബാധ്യതകളുണ്ട്. ഒന്നാമത്തേത് ഹറാമ് കാണേണ്ട വരും, വഴിയിൽ നിന്നാൽ കണ്ണടക്കലാണ്. രണ്ടാമത്തേത് വഴിയിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് തടസ്സമുണ്ടാവാതിരിക്കലാണ്. നോ പാർക്കിങ്ങിൽ തന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്യരുത്, ജനങ്ങൾക്ക് പ്രയാസമുള്ളിടത്ത് നിൽക്കരുത്. മൂന്നാമത്തേത് വഴിയിൽ നിൽക്കുമ്പോൾ വറദ്ദുസ്സലാം, നിന്നോട് ഒരാൾ സലാം പറയാവുന്ന കോലത്തിലാവണം നീ നിൽക്കേണ്ടതെന്ന് മുഹമ്മദ് മുസ്തഫ. ആണുങ്ങളോട് ഇതൊക്കെ പറയണം കേട്ടോ. ഒരാൾക്ക് അതായത് മുണ്ടുമടിക്കുത്തി നിന്ന് അവനോട് സലാം പറയേണ്ടതില്ല. കാരണം മുണ്ടുമടിക്കുത്തുമ്പോ മുട്ടിന്റെ മുകളിലാ, അവൻ ഫിസ്ഖ് ചെയ്തവനാ, ഫാസിഖിനോട് സലാം പറയണ്ട. പിന്നെയോ നാലാമത്തേത് നന്മ കണ്ടാൽ നന്മയെ കൽപ്പിക്കേണ്ട യോഗ്യതയിൽ തന്നെ നീ നിൽക്കണം. ഒരു നന്മ കൽപ്പിക്കാനുള്ള യോഗ്യതയിൽ, ആ ഒരു ആത്മബോധത്തോടുകൂടെ ഒരു നല്ലത് പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യതയിൽ തന്നെ നിൽക്കണം. അഞ്ചാമത്തേത് ഒരു തിന്മ കണ്ടാൽ അത് ചെയ്യരുതെന്ന് പറയാനുള്ള വ്യക്തിത്വം നിനക്കുണ്ടാവണം. ഇങ്ങനെ 5ഉം നിനക്ക് വഴിയിലെങ്ങാനും നീ സ്റ്റേ ആവേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ 5 കാര്യം ബാധ്യതയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി, മുസ്ലിം ഇത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഏതുമാകട്ടെ, മൂന്നാമത്തെ ഭയം വെളിവാവേണ്ടത് നമ്മുടെ നോട്ടത്തിലാണ്. നാലാമത്തേത് നമ്മുടെ വയറാണ്. എല്ലാം തിന്നാൻ പറ്റൂല. ഒരു പേജിൽ 3 എണ്ണം ഉണ്ട്. സലാത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. എന്താ പറഞ്ഞത്? നാലാമത്തേത് അള്ളാഹുവിനോടുള്ള ഭയം വെളിവാവേണ്ടത് നമ്മുടെ വയറിലാണ്. ഹറാമുകളൊക്കെ നിറച്ചു വെച്ച് ഏമ്പക്കം വിട്ടിട്ട് കാര്യമില്ല. ഞങ്ങളുടെ നാട്ടില് ഒരു ഖത്തീബ് പള്ളിയിൽ നിന്നും പെട്ടെന്ന് തന്നെ ജോലി രാജിവെച്ച് പോവേണ്ടി വന്നു. എന്താ കാരണം? അവിടെയുള്ള 2 കേമന്മാരെ കുറിച്ച് വെള്ളിയാഴ്ച പ്രസംഗിച്ചു. അവരെ കുറിച്ച് പറഞ്ഞില്ല, അവർ ചെയ്യുന്ന പ്രവർത്തനം മോശമാണെന്നും അതുപോലെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്നേഹ ഉപദേശം വെള്ളിയാഴ്ച പ്രസംഗത്തിൽ നടത്തി ഖത്തീബ് അവിടുന്ന് പോകേണ്ട വന്നു. അപ്പൊ അവർ ചെയ്ത ആ തെറ്റെന്താണെന്ന് അറിയണ്ടേ? അവർ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ കാണുന്ന വിളിക്കാത്ത കല്യാണങ്ങൾക്ക് പോയി ഭക്ഷണം കഴിക്കും. ഇപ്പൊ നല്ല സുഖ, പെണ്ണിന്റെയും ചെറുക്കന്റെയും വീട്ടുകാർ കൂടിയിട്ട് ഒരു ഓഡിറ്റോറിയം എടുക്കും. അപ്പൊ പെണ്ണിന്റെ വാപ്പവർക്ക് ഇത് അവരുടെ എന്തോ വേണ്ടപ്പെട്ട ആളായിരിക്കും. വരുമ്പോ തന്നെ ഈ വിളിക്കാത്തവന് 2 ഗ്ലാസ് ജ്യൂസൊക്കെ കൊടുക്കും, വലിയ സ്വീകരണം കൊടുക്കും. സ്വീകരണം കൊടുത്ത് അവിടെ ഇരുത്തും. ഇദ്ദേഹം വിചാരിച്ചെന്താ, ഇത് ചെറുക്കന്റെ ആരോ വേണ്ടപ്പെട്ട മാമാടെ പോകാനായിരിക്കുന്ന. അപ്പൊ ചെറുക്കന്റെ വാപ്പ ഇങ്ങനെ നോക്കും, ഇത് കാര്യപ്പെട്ട ആളാണ് കേട്ടോ, കാരണം അവരുടെ കുടുംബത്തിൽ ഏതോ വലിയ ആളായതുകൊണ്ടാണ് ഇത്രയും വലിയ സ്വീകരണം അദ്ദേഹം കൊടുത്തത്. ഞാനിനി മോശമാക്കണ്ട, മൂപ്പര് ചെന്ന് സ്വീകരിക്കും. അപ്പൊ ഇദ്ദേഹത്തിന് ആദ്യം ചിന്തിച്ചത് ശരിയാന്ന് തോന്നും. ഇങ്ങനെ ഹറാമ് കഴിച്ചിട്ട് പൂരണ പരിപാടി ഉണ്ട്. അങ്ങനെ തിന്നുന്നത് ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ സാധുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു.
ഹറാമു കൊണ്ട് വയറ് നിറഞ്ഞാൽ സഅദ് ബിൻ അബീ വഖാസ് എന്ന സ്വഹാബിയോട് ഹബീബ് പറഞ്ഞതെന്താ സല്ലല്ലാഹു അലൈഹി വസല്ലം? എപ്പോഴും ദുആക്ക് ഉത്തരമുണ്ട്. ഹറാമു തിന്നാത്തോളം കാലം നബിയേ മുഹമ്മദ് മുസ്തഫ. അഞ്ചാമത്തേത്, അള്ളാഹുവിനോടുള്ള ഭയം വെളിവാവേണ്ട അഞ്ചാമത്തെ സ്ഥലം നമ്മുടെ കയ്യാണ്. കയ്യുകൊണ്ട് ഹറാമ് പിടിക്കാതിരിക്കാം. കയ്യുകൊണ്ട് ഹറാമ് പിടിക്കാതിരിക്കാം. സയ്യിദുനാ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹു സ്വർഗത്തിൽ ഒരു വലിയ കൊട്ടാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആർക്കാന്നറിയോ? അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വലിയൊരു കൊട്ടാരം, ചെറുതൊന്നുമല്ല. ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത അത് പച്ച കോമേതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ആ കൊട്ടാരത്തിന്റെ അകത്ത് 70,000 ചെറിയ കൊട്ടാരമുണ്ട്. 70,000 ചെറിയ കൊട്ടാരം. 70,000 ചെറിയ കൊട്ടാരത്തിൽ ഓരോ കൊട്ടാരത്തിന്റെ അകത്തും 1000 ബെഡ്റൂമുകളുണ്ട്. വലിയ കൊട്ടാരം, അതിൻ്റെ അകത്ത് 70,000 ചെറിയ കൊട്ടാരം. ഒരു ചെറിയ കൊട്ടാരത്തിൽ മാത്രം 1000 ബെഡ്റൂമുകളുണ്ട്. അങ്ങനത്തെ ഒരു വലിയ കൊട്ടാരം പച്ചക്കോമേതങ്ങൾ കൊണ്ട് അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു എന്ന തൗറാത്തും ഇൻജീലും ഖുർആനും ഒക്കെ മനപ്പാടമുള്ള സ്വഹാബിയാണ് പറയുന്നത്. ഇത് ആർക്കാണ് വെച്ചിരിക്കുന്നതെന്നറിയുമോ? ലാ യൻസിലുഹാ ഇല്ലാ റജുലുൻ യുഅറദു അലൈഹിൽ ഹറാമു ഫയതുറുകുഹു മിൻ മഖാഫത്തില്ലാഹ്. ഇതിലേക്ക് വിരുന്ന് ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ആരാണെന്നറിയോ? അവന്റെ മുന്നിൽ ഹറാമ് വന്നപ്പോ അള്ളാഹിനോടുള്ള ഭയം കൊണ്ട് അത് തട്ടിമാറ്റി അതിനെ അവഗണിച്ചു പോയവനാണ്. അല്ലാഹുവേ, അതിൽ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അഞ്ചാമത്തെ രംഗം കയ്യാണ്. പടച്ചോനോടുള്ള പേടി വെളിവാകുന്ന അഞ്ചാമത്തെ രംഗം കള്ള ഒപ്പിട, കള്ള കത്തെഴുത, ഹറാമ് ടൈപ്പ് ചെയ്യ. എന്റെ കൈ കൊണ്ടില്ല, അങ്ങനെ തീരുമാനിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആറാമത്തേത് കാലാണ്. കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു പോവാതിരിക്കാം. കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു പോവാതിരിക്കാം. ഒരാളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ആ മതിലിന്റെ അവിടെ മറ്റാളിരിപ്പുണ്ട്, അവിടുന്ന് നടന്നല്ല. സിനിമ കാണാൻ പോവാ, നടന്നു. ഹറാമിന് നടന്നു പോവാതിരിക്കാം. ഏഴാമത്തേത് താഅത്തുഹു. അനുസരണകൾ മുഴുവൻ ഹറാമായ വിഷയത്തിൽ മറ്റുള്ളവരനുസരിക്കാം, അത് പാടില്ല. അനുസരണ മുഴുവനും അള്ളാഹുവിലേക്ക് അടുക്കുന്ന കാര്യത്തിലാവണം. ഇങ്ങനെ 7 രംഗങ്ങളിൽ ഒരാളുടെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ കഴിയും. ഈ 7 രംഗങ്ങളിൽ അള്ളാഹുവിനോടുള്ള ഭയമുണ്ടായി കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ മുഅ്മിനാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.